സ്വാഗതം. ഇന്നത്തെ റീഡിങ് ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആയ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, അല്ലാത്ത വിട്ടുകളയൂ. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ അപ്പിയറൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എങ്ങനെയുള്ള ആളായിരിക്കും, അവരുടെ അപ്പിയറൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ്. നിങ്ങളുടെ എനർജിയുമായി കണക്ട് ചെയ്തുകൊണ്ട് റീഡിംഗ് കാണാൻ ശ്രമിക്കൂ. നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ള സ്പൗസ് ഏത് രീതിയിലുള്ള ക്യാരക്ടർ ആയിരിക്കും, അപ്പിയറൻസ് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാവുന്നതാണ്. റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറയുന്നത് എല്ലാ രീതിയിലും, അതായത് വളരെയധികം പാഷനേറ്റ് ആയ ഒരു വ്യക്തിയായിരിക്കും. എല്ലാ കാര്യങ്ങളോടും വളരെയധികം ഉത്സാഹത്തോടു കൂടിയും സ്വന്തം കാര്യങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹിക്കുകയും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ആണ് കാണുന്നത്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും സ്വന്തം തീരുമാനത്തിനനുസരിച്ച് വളരെയധികം അധ്വാനശീലത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. അതുപോലെ കർമ്മയിൽ വിശ്വസിക്കുകയും നല്ല കർമ്മം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫലം ലഭിക്കുകയും അതുപോലെ തന്നെ അവർ വിധിയിൽ വിശ്വസിക്കുന്ന, അതായത് ഫെയ്ത്ത് എന്നുള്ള ഒരു ഘടകമുണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. എല്ലാം അവർ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുകയും അവർ തരുന്നതാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെ അധികം ഉത്സാഹത്തോടു കൂടി വളരെ അധികം എല്ലാ കാര്യങ്ങളും ഭയമില്ലാതെ കൈകാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി കൂടിയാണ്. അവർ അവരുടെ വർക്ക് എക്സ്പീരിയൻസ് വളരെയധികം പ്രാവീണ്യമുള്ള ഒരാളാവുകയും അതുപോലെ വർക്കിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് അവർ. ഒരുപാട് കാര്യങ്ങൾ, അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് വളരെയധികം ആലോചിക്കുകയും അതിനനുസരിച്ച് കൈകാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടി ആണ്. ഫ്യൂച്ചറിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്ന് അവർ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് അതിനുവേണ്ടിയുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കണമെന്നും ഫ്യൂച്ചർ കൂടുതൽ നല്ല രീതിയിലായിരിക്കണമെന്നും ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ്. അതുപോലെ കാര്യങ്ങളെ അവർ തന്നെ കൺട്രോൾ ചെയ്യുകയും സ്വയം കൺട്രോൾ ചെയ്യാൻ ഇഷ്ടപ്പെടുകയും എല്ലാ കാര്യങ്ങളെയും അതുപോലെ എല്ലാവരെയും സ്നേഹിക്കാനും കെയർ ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. മറ്റുള്ളവർ കൂടുതൽ കെയർ ചെയ്യാനും എല്ലാ ഫീലിങ്സും കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാനും കഴിവുള്ള